19 വർഷം പഴക്കമുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇമ്മമാരൊക്കെ പണ്ട് മുതലേ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു മെത്തേഡിലാണ് ഞാൻ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറുപയർ ഒരു തവണയെങ്കിലും ഇതേ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് ഉരുളിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതിങ്ങനെ കടിക്കുന്ന സമയത്ത് പൊട്ടുന്ന ആ ഒരു രീതിയിൽ വരെ നമുക്കിത് വറുത്തെടുക്കണം. ഈ ഒരു ചെറുപയറിൻ്റെ ഈ ഒരു പച്ച കളറൊക്കെ ഒന്ന് മാറി വരും. ഇതുപോലെ നല്ല പോലെ വറുത്തെടുക്കുക കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുക്കണ്ട, ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി ഇത് നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ഈ ഒരു ഉരുളിയിൽ നിന്ന് മാറ്റാം. എന്നിട്ടൊരു തുണിയിലോ അതല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ ഒക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് ചതച്ച് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. ഇതിൻ്റെ തൊലിയൊന്നും മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത്. ഒരുപാട് ചതച്ച് പൊടിഞ്ഞു പോവരുത്. ഇതുപോലെ ആക്കിയെടുത്താൽ മാത്രം മതിയാവും. എന്നിട്ട് ഇതൊന്ന് ചേറി കൊടുക്കുക. മുറത്തിലൊക്കെ ഇട്ട് ചേറൂലേ, അതുപോലെ ഇങ്ങനെ ചേറുമ്പോൾ ഇതിൻ്റെ തൊലി മാത്രം മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് ചെയ്യരുത്, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. കണ്ടോ, ഇതുപോലെ തൊലി മാത്രമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാൻ പറ്റും. അപ്പോൾ മുഴുവനായിട്ടും അങ്ങനെ ചേറിയെടുക്കുക. തൊലിയൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുപയർ പരിപ്പ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ തയ്യാറാക്കിയെടുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 3-3.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പും ചേർത്ത് ഒരു 5-8 വിസിലടുപ്പിച്ച് ഈ ചെറുപയർ ഒന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു ഉരുളിയിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 കിലോയോളം ശർക്കര ഉപയോഗിച്ച് ശർക്കരപ്പാനി തയ്യാറാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 2 കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം. ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു രണ്ടാം പാലിൽ കിടന്ന് കുറച്ചധികം സമയം തിളക്കണം കേട്ടോ. അപ്പോഴാണ് ഈ ഒരു ശർക്കരയും ചെറുപയറും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പായസം നല്ല കുറുകി കിട്ടും. ഇനി ഇതിലേക്ക് ഒന്നും കൂടെ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടി കൂടെ കലക്കി ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊരു പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് 1-ാം പാലും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. നെയ്യിലേക്ക് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നല്ലപോലെ മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം റെഡി. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്